ഞാൻ ഇയാളെ റിജക്ട് ചെയ്തതിൽ സങ്കടം ഉണ്ടോ എന്ന് യുൻസു ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഉണ്ടാവുമല്ലോ. പക്ഷെ പേടിക്കണ്ട, എന്നെ റിജക്ട് ചെയ്ത ഒരാളുടെ പുറകെ പിന്നെയും ഞാൻ നടക്കാറില്ല എന്ന് അവൻ പറയും. അവരെ യാത്ര പറഞ്ഞ് പിരിയുവാണ്. ഇന്ന് എന്നെ കൺസോൾ ചെയ്തതിന് താങ്ക്സ് എന്ന് യുൻസു അവരോട് പറയുന്നുണ്ട്. യുൻസുവിന്റെ അനിയത്തി രാവിലെ ഫ്രഷ് ആയിട്ട് വരുന്ന ഉടനെ യുൻസു അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഈ ഒരു അവസ്ഥയിലും എങ്ങനെ ഉറങ്ങാനായിട്ട് പറ്റുന്നു? റൈറ്റിംഗ് കോൺടസ്റ്റ് കിട്ടിയില്ല, എന്നിട്ട് സമ്മാനത്തിൽ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വിളിച്ചുണർത്തും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചുണർത്തുന്നത്. എനിക്ക് പോകാൻ സമയമായി എന്ന് പറയും. ഇവിടെ എന്നിട്ട് പോകാൻ റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ടാണ് ഇൻസു വേസ്റ്റ് കൊണ്ടു കളയാനായിട്ട് വരുന്നത്. ഇവരുടെ വീടിന്റെ ഫ്രണ്ടിലാണ്, സൈഡിലേക്കാണ് എല്ലാവരും ട്രാഷ് ക്യാനൊക്കെ കൊണ്ട് വെച്ചേക്കുന്നത്. വേസ്റ്റ് എന്റെ ദേഹത്ത് ആകാതെ നോക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുറകെ നടന്നിട്ട് ഇൻസുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിക്ക് ഇവൾ സംസാരിച്ചുകൊണ്ടിരിക്കും. കുറച്ച് ദിവസമായിട്ട് ഞാൻ സഹിക്കുന്നു, ഇനി ഇത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇൻസു വഴിയിൽ വെച്ചിട്ട് അനിയത്തി എടുത്ത് വഴക്കുണ്ടാക്കും. അനിയത്തി ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ തിരിച്ച് അവളെ എതിർക്കത്തില്ല എന്ന് ഇൻസുവിന് നല്ലതുപോലെ അറിയായിരുന്നു. നീ ഇമേജ് കോൺഷ്യസ് ആയിരിക്കും, എനിക്ക് മറ്റുള്ളവർ കണ്ടെന്നും കണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് തിരിയുന്നോണ്ടാണ് ജംഗ്ഷൻ അവിടേക്ക് വരുന്നത്. അവൻ അവിടെ നടക്കുന്നെല്ലാം കണ്ടിട്ടും ഇവളെ വിഷ് ചെയ്യും, ഇവളും തിരിച്ച് വിഷ് ചെയ്യും. ഇതെന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. ഇയാൾ ഇങ്ങനെയാണോ അനിയത്തി എടുത്ത് അഫെക്ഷൻ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് അവൻ പോകുന്നത്. ഉച്ചയ്ക്ക് തിരക്ക് കഴിയുന്നുണ്ടെ മെയിൻ ഷെഫ് കിച്ചണിൽ വന്ന് എല്ലായിടത്തും ഫുഡ് കഴിക്കാനായിട്ട് വരാൻ പറയും. ഇവരെല്ലാം അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സീനിയർ ഷെഫ് വന്നിട്ട് ജംഗ്ഷൻ അടുത്ത് ചോദിക്കും, ഇയാൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, ഇയാളുടെ ഡിഷ് ഹിറ്റായതിന്റെ സന്തോഷമാണോ? ആളുകൾക്ക് എങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് VIP കസ്റ്റമർ ജംഗ്ഷൻ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കവർ കൊണ്ടുവരും. എല്ലാവരും അത് എന്താണെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയിൽ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രഫിൾസ് ആണ്. ഇത് കാണുമ്പോഴത്തേക്കും സീനിയർ ഷെഫ് പറയുന്നത് അയാൾ ഗേ ആയിരിക്കും, അല്ലെങ്കിൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും കൊടുക്കത്തില്ല എന്നാണ്. എന്തിനായിരിക്കും അയാൾ ഇത് ജംഗ്ഷൻ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർ പറയും തീർച്ചയായിട്ടും ഡിഷ് ഇഷ്ടപ്പെട്ടിട്ടാണ്, അത് നല്ല ടേസ്റ്റി ആയിരുന്നു, അതുകൊണ്ടായിരിക്കും എന്ന് പറയും. ഇയാൾ ഇത് ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് പോവാണോ എന്നാണ് അടുത്തത് സീനിയർ ഷെഫ് ചോദിക്കുന്നത്. ഇവൻ പക്ഷേ കൊണ്ടുവന്ന ഷെഫിന്റെ അടുത്ത് നോക്കിയിട്ട് ഈ കസ്റ്റമർ എവിടെയും ചോദിച്ച് പുറത്തേക്ക് ഇതും കൊണ്ടുപോകും. ആ VIP കസ്റ്റമർ ജംഗു ആയിരുന്നു. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്റെ കുക്കിംഗ് ആസ്വദിച്ചു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ജംഗ്ഷൻ ഇത് കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കും. ഒരാളൊരു ഗിഫ്റ്റ് തരുന്നത് ഒരു അപ്രിസിയേഷന്റെ ഭാഗമായിട്ടാണ്, അത് തിരിച്ചു തരുന്നത് മര്യാദയല്ലെന്ന് അറിയാമോ എന്ന് ജംഗു ചോദിക്കുന്നുണ്ട്. ഇതിന് ഞാൻ അർഹനല്ലെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് തിരിച്ചു തരുന്നതെന്ന് ജംഗു പറയും. ഇയാൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എന്താണ് ഇയാളുടെ പേരെന്ന് ജംഗു അവനോട് ചോദിക്കും. എന്റെ പേര് ഓൺ ജംഗ്ഷൻ എന്നാണ് അവൻ പറയുന്നത്. വളരെ റെയർ ആയിട്ടുള്ള പേരാണല്ലോ, ഇതിന്റെ ഹിസ്റ്ററി അറിയാമോ എന്ന് ജംഗു അവൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുമ്പോഴത്തേക്കിനും അവൻ അവന്റെ പേരിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ജംഗുവിന് പറഞ്ഞു കൊടുക്കും. ഗ്രാൻഡ് ഫാദറിന്റെ കൂടെയല്ല ഞാൻ താമസിച്ചത്, പക്ഷേ ഗ്രാൻഡ് ഫാദറിന് എന്നെ വലിയ കാര്യമായിരുന്നു, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ അച്ഛന് മാത്രമേ ഞാൻ ഷെഫ് ആകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നുള്ളൂ, ഗ്രാൻഡ് ഫാദർ നല്ല സപ്പോർട്ടായിരുന്നു എന്നല്ല ഇവൻ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയാൾ എന്തിനാണ് ഇയാളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്, ഇയാൾക്ക് എന്നെ ഇഷ്ടമാണോ എന്നാണ് ജംഗു തിരിച്ചു ചോദിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്നോട് ചോദിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത് എന്നിവൻ ചോദിക്കുന്നുണ്ട്. ജംഗു ചിരിച്ചുകൊണ്ട് അവന് വിസിറ്റിംഗ് കാർഡ് കൊടുക്കും. ജംഗുവിന്റെ ഏജൻസിയുടെ പേര് ഓൺ എന്റർടൈൻമെന്റ് എന്നാണ്, അതുകൊണ്ടാണ് ഇവന്റെ പേര് കേട്ടപ്പോഴത്തേക്കിനും ജംഗുവിന് കൗതുകം വന്നത്. ഇയാളുടെ പേര് കേട്ടപ്പോൾ എന്റെ ഏജൻസിയുടെ പേരുമായിട്ട് നല്ല സാമ്യം ഉണ്ടല്ലോ എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ജംഗു പറയുന്നുണ്ടേ. അവനെ ടീസ് ചെയ്താണെന്ന് ജംഗ്ഷനും മനസ്സിലാവും. തനിക്ക് ഭാവിയിൽ സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ജംഗു പറയുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്ന് ജംഗ്ഷൻ മറുപടി കൊടുക്കും. വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പിരിയുവാണ്. ഞാൻ എന്തായാലും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ, ഈ ഗിഫ്റ്റ് തിരിച്ചു വാങ്ങിക്കാമോ എന്ന് ജംഗു ചോദിക്കുന്നുണ്ട്. ജംഗ്ഷൻ തിരിച്ചു വരുന്നുണ്ടേ ട്രെയിനിയെ കൊണ്ട് ചെയ്യിക്കാനുള്ള ജോലി സീനിയർ ഷെഫ് അവന് കൊടുക്കും. ഇത് ട്രെയിനി അല്ലേ ചെയ്യേണ്ടതെന്ന് അവനിങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേ ബൂജൂൺ അവനെ കാണാനായിട്ട് വരും. ഇയാൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ ബൂജൂൺ കേൾക്കും. ഇയാൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരുന്നുണ്ട്, ഉറങ്ങാൻ പ്രയാസമുണ്ടോ, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവരടുത്തേക്ക് ചെല്ലും. ഞാനൊരു ഡോക്ടറാണെന്നും പറയും. പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്ന് സീനിയർ ഷെഫ് സമ്മതിക്കുന്നുണ്ടേ. ഇയാളുടെ ലിവറിന് ചെറിയ പ്രശ്നം കാണും, പോയി ഒരു ചെക്കപ്പ് നടത്തണമെന്ന് പറയും. ഇത് കേട്ട് അയാൾ പേടിച്ച് അവിടുന്ന് പോകും. ശരിക്കും സീനിയർ ഷെഫിന്റെ കണ്ടീഷൻ വളരെ മോശമാണോ എന്ന് ജംഗ്ഷൻ കൺസേണോടുകൂടി ബൂജുവിന്റെ അടുത്ത് ചോദിക്കും. നീ എന്തിനാണ് അയാളുടെ അടുത്ത് കൺസേൺ കാണിക്കുന്നത്, അയാൾ നിന്നെ ആവശ്യമില്ലാതെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ, അയാൾ നന്നായിട്ട് കുടിക്കുമെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാനൊന്ന് ഗസ് ചെയ്തതാണെന്ന് ബൂജൂൺ പറയും. വഴക്ക് പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, ഇത് നമ്മൾ കൺസേൺ കാണിക്കേണ്ട കാര്യമാണല്ലോ, അത് രണ്ടും വേറെ ആണല്ലോ എന്നാണ് ജംഗ്ഷൻ ഉണ്ടെ മറുപടി പറയുന്നത്. ഡയറക്ടർക്ക് മെയിൻ ഡ്രാമ റൈറ്റർ എഴുതിയ സീൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് ന്യൂഹ വന്നിട്ട് യുൻസുവിനെ അറിയിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യമേ സമ്മതിച്ചിട്ട് ഇപ്പൊ എന്തിനാണ് എല്ലാം നിങ്ങൾ മാറ്റി എഴുതുന്നതെന്നൊക്കെ ദേഷ്യത്തിലാണ് ഡയറക്ടർ മെയിൻ റൈറ്റർ അടുത്ത് സംസാരിക്കുന്നത്. ഇതെല്ലാം
യുൻസു കേൾക്കുന്നുണ്ടല്ലോ എന്ന് അവർക്കൊരു നാണക്കേടുണ്ട്. കാരണം യുൻസു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഡയറക്ടർ റിപ്പീറ്റ് ചെയ്യുന്നത്. അത് മാറ്റി എഴുതി കൊടുക്കാമെന്ന അവസാനം അവർക്ക് സമ്മതിക്കേണ്ടി വരും. റൈറ്റർക്ക് അവളോട് ദേഷ്യം കാണുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ യുൻസു അവരെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കും. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഡയറക്ടറും പറഞ്ഞത്, വേറെ രീതിയിൽ അയാൾ എക്സ്പ്രസ് ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്നേരം ഹോങ്ങ യുൻസുവിനെ അന്വേഷിച്ച് അവിടേക്ക് വരും. ഇവർക്ക് ഹോങ്ങയെ കാണുന്നത് സന്തോഷമാണ്. ഇയാള് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ യുൻസുവിനെ എന്റെ ടീമിൽ എടുത്തതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തോ പ്രശ്നമാണെന്ന് ഹോങ്ങയ്ക്ക് മനസ്സിലാവും. സീൻ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് യുൻസു പറയുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം, ഹോങ്ങ എന്തായാലും ഇയാളെ അന്വേഷിച്ച് വന്നതല്ലേ, നിങ്ങൾ പൊക്കോളൂ എന്ന് അവർ പറയും. എന്നാലും ഞാൻ കൂടെ പോകാന്ന് പറഞ്ഞിട്ട് യുൻസു പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഹോങ്ങ തടയും. അവർക്ക് ദേഷ്യം വന്നിരിക്കുമ്പോൾ അവരടുത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ച് നാളും കൂടി പിടിച്ചു നിൽക്കണം. അസിസ്റ്റന്റ് റൈറ്റർ ആയിട്ട് നീ ടീമിൽ നിന്നിട്ട് അവർ നിന്നെ ഫയർ ചെയ്യുവാണെങ്കിൽ അത് എംബാരസിംഗ് ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് നാളും കൂടി എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണമെന്ന് പറയും. എന്നിട്ട് ഇവളെ കൊണ്ട് റിലാക്സ് ചെയ്യാനായിട്ട് ഒരു ഡ്രൈവിന് പോകും. ഹോങ്ങ ഒരു റിച്ച് ഫാമിലിയിൽ നിന്നുള്ള കുട്ടിയാണ്. അവളും റൈറ്റർ ആകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫാമിലിയിൽ അവൾക്ക് നല്ല സപ്പോർട്ടാണ്. കാരണം വേറെയും റൈറ്റേഴ്സ് ഫാമിലിയിലുണ്ട്. യുൻസുവിന്റെ അവസ്ഥ അങ്ങനെയല്ല. എന്റെ ഫാമിലി നേരെ തിരിച്ചാണല്ലോ എന്നൊക്കെ യുൻസു പരാതി പറയുന്നുണ്ട്. രണ്ടുപേരും അവരുടെ കൺസേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട്. ഹോങ്ങയ്ക്ക് ബോയ് ഫ്രണ്ടിന്റെ കോൾ വരും. അവൾ പക്ഷെ അറ്റൻഡ് ചെയ്യത്തില്ല. അതെന്താന്ന് യുൻസു ചോദിക്കുമ്പോൾ അയാൾ അർജന്റ് ആണ്, എപ്പോഴും ജോലിയെ പറ്റി ബ്രാഗ് ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ ഹോങ്ങ പറയും. കൺസേണോട് കൂടിയാണ് യുൻസു അവൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ ആവശ്യമില്ലാതെ പരാതി പറയുകയാണെന്ന് പറയും. നീ മാത്രമേ ഉള്ളൂ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് ഹോങ്ങ യുൻസുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഹോങ്ങ യുൻസുവിനെ വീട്ടിൽ കൊണ്ടുവിടും. അന്നേരം അനിയത്തി പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കും. അനിയത്തി കാണുന്നുണ്ട് ഹോങ്ങ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ മൈൻഡ് ചെയ്യാതെ കയറിപ്പോവും. യുൻസുവിന്റെ അനിയത്തിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഹോങ്ങ അതൊന്നും കാര്യമാക്കത്തില്ല. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നെക്കാട്ടിലും ഇഷ്ടം ഹോങ്ങയാണോ എന്നാണ് അനിയത്തി ചോദിക്കുന്നത്. യുൻസു നോക്കുമ്പോൾ അവിടെ ഒരു പാഴ്സൽ ഇരിപ്പുണ്ട്. അത് അഡ്രസ്സ് തെറ്റി വന്നതാണ്. നാളെ തന്നെ കൊറിയർ കമ്പനിയെ വിളിച്ചിട്ട് ഇത് തിരിച്ചേൽപ്പിക്കണം എന്ന് അനിയത്തി പറയും. അവൾ നോക്കുമ്പോൾ അത് ജംഗ്ഷന്റെ ആണെന്ന് മനസ്സിലാവും. അവരെ തിരിച്ചേൽപ്പിക്കുവാണെങ്കിൽ ഇത് ഓണറുടെ കയ്യിൽ ചെല്ലാനായിട്ട് ഇനിയും ഒരാഴ്ച എടുക്കുമല്ലോ എന്ന് യുൻസു പറയുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടണ്ട, ഇത്രയും ആത്മാർത്ഥത ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അനിയത്തി പറയുന്നത്. യുൻസു ഹോങ്ങയെ കൊണ്ട് ജംഗ്ഷന്റെ അടുത്ത് അവന്റെ അഡ്രസ്സ് ചോദിപ്പിക്കും. എന്നിട്ട് അവിടേക്ക് ഈ പാഴ്സൽ കൊണ്ടുവന്ന് കൊടുക്കും. 53 35 കൂടി കൺഫ്യൂഷൻ ആയി പോയിട്ട് ഹൗസ് നമ്പർ തെറ്റി എഴുതിയതാണ് അവൻ. അവളെ പാഴ്സൽ കൊടുത്തിട്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്നുണ്ടേ. വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ കുറച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരാം എന്ന് അവൻ പറയും. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്ന് അവൾ പറയും. എന്നോട് അട്രാക്ഷൻ തോന്നിയത് കൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണോ എന്ന് അവൻ ചോദിക്കും. അങ്ങനെ യുൻസു ജംഗ്ഷന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് ചെല്ലും. ജംഗു ഓഫീസിൽ ഇരിക്കുകയാണ്. ഇതെനിക്കൊരു പുതിയ തുടക്കമാണ്, ഇവിടെ എനിക്ക് ജയിക്കണം. ഇത്രയും കാലം ജയം മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ എന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. പോകാൻ നേരത്തെ ജംഗു വീണ്ടും ആ ഗിഫ്റ്റ് ജംഗ്ഷന് കൊടുക്കുന്നുണ്ട്. അവൻ വാങ്ങിക്കുന്നുണ്ട്. അതാണ് യുൻസുവിന് വേണ്ടിയിട്ട് അവൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നല്ല എക്സ്പെൻസീവ് അല്ലേ, ഇയാള് ഏതെങ്കിലും വലിയ കമ്പനി മുതലാളിയുടെ മോനാണോ എന്നൊക്കെ യുൻസു അതിശയത്തോടെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് അവൻ പറയും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വളരെ സെൻസിറ്റീവ് ആണെന്ന് അവൾ പറയുമ്പോൾ എത്ര കാര്യം വേണമെങ്കിലും ചോദിച്ചോളാനാണ് ജംഗ്ഷൻ പറയുന്നത്. ഇയാൾക്ക് എത്ര സാലറി കിട്ടും? എനിക്ക് ഇത്രയാണ് കിട്ടുന്നതെന്ന് അവൾ പറയും. അവന് കിട്ടുന്ന സാലറി ജംഗ്ഷനും പറയും. ഇയാൾ എന്നെക്കാട്ടിലും ഇളയതാണ്, പക്ഷെ എന്നെക്കാട്ടിലും സാലറി ഉണ്ട്. ഇങ്ങനെ ഒരു പ്ലേസ് അഫോർഡ് ചെയ്യണമെങ്കിൽ നല്ല പൈസ ആവുമല്ലോ, എല്ലാം കൂടി സാലറിന്ന് പറ്റുമോ എന്ന് വീണ്ടും യുൻസു അവൻ്റെ അടുത്ത് ചോദിക്കും. ഞാനൊന്നും സേവ് ചെയ്യാറില്ല, എല്ലാം എൻ്റെ ആവശ്യങ്ങൾക്ക് ചെലവാക്കുകയാണെന്ന് പറയുന്നുണ്ടേ. പൈസയുടെ ഇമ്പോർട്ടൻസ് അറിയത്തില്ലേന്ന് അവൾ ചോദിക്കും. അറിയാഞ്ഞിട്ടല്ല, അറിയുന്നത് കൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് സേവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നവൻ പറയുന്നുണ്ട്. ഇയാൾ എപ്പോഴാണ് ഇത്രയും ഇൻഡിപെൻഡന്റ് ആയതെന്ന് ചോദിക്കും. എൻ്റെ 15ാമത്തെ വയസ്സിലാണ്, അന്നാണ് എൻ്റെ പേരൻസ് ഡിവോഴ്സ്ഡ് ആയതെന്ന് യുൻസുവിൻ്റെ അടുത്ത് അവൻ പറയും. ഫുഡിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് യുൻസു പറയുമ്പോൾ ജംഗ്ഷന് സന്തോഷവും. തിരിച്ചു പോകുന്നുണ്ട് യുൻസുവിൻ്റെ അടുത്ത് ജംഗ്ഷൻ ഫോൺ നമ്പർ ചോദിക്കും. എഴുതിയെടുക്കാൻ പേന ഇല്ലാത്തത് കൊണ്ട് ജംഗ്ഷൻ അവിടെ വെച്ച് തന്നെ അത് കാണാതെ പഠിക്കും.